അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം ഡിബേറ്റ് നടത്തിയപ്പോൾ INC കേരള അവരുടെ ഇതേപോലെ എക്സിലുള്ള ഒരു കുറിപ്പ്, അന്ന് ചർച്ചയിൽ പങ്കെടുത്ത പ്രൊഫസർ റോണി കെ ബേബി, കോൺഗ്രസിൻ്റെ പ്രതിനിധി, അദ്ദേഹം പറഞ്ഞു ഇത് കോൺഗ്രസിൻ്റേതാവാൻ സാധ്യതയില്ല. നിങ്ങൾ എന്നെ കൺഫ്യൂഷനിലാണ്. ഏത് കോൺഗ്രസിന്റെ സാധ്യതയില്ലെന്നാണ് ശ്രീ റോണി കെ ബേബി പറഞ്ഞത്? INC കേരള എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയല്ലോ. INC ഇന്ത്യ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗികമായ എക്സ് ഹാൻഡിലായിരുന്നു. എക്സ് ഹാൻഡിൽ നിന്നാണ് ആ പോസ്റ്റ് വന്നിരിക്കുന്നത്. കേരളയാണ്, INC കേരളയിലാണ്. അല്ല, INC കേരള അല്ല, INC ഇന്ത്യയാണ്. INC ഇന്ത്യയാണ്. ഞാനത് ഇന്നലെ ഞാനും ശ്രീ റോണിയും തമ്മിൽ മറ്റൊരു ചാനലിൽ ചർച്ചയുണ്ടായിരുന്നു. ആ സമയത്ത് അത് വളരെ കൃത്യമായിട്ട് ക്ലാരിഫിക്കേഷൻ കൊടുത്തു വിട്ടതാണ്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗികമായ, കേരളത്തിന്റെ അല്ല, ഔദ്യോഗികമായതിൽ നിന്നാണ് PM ഗായബ് എന്ന് പറഞ്ഞ ഒരു സാധനം വന്നിരിക്കുന്നത്. അതിനെയാണ് പാകിസ്ഥാനിലുള്ള മന്ത്രിമാരും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെ എടുത്ത് നമുക്കെതിരായിട്ട് ഉപയോഗിക്കുന്നത്. അല്ല, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രൊഫസർ റോണി കെ ബേബിയോ അഡ്വക്കേറ്റ് വസന്തകുമ്പള്ളി അല്ല അവസാന വാക്ക്. ആ അവസാന വാക്ക് CWC ആണ്. CWC കൃത്യമായ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് നിങ്ങൾ പറയുന്നത് ഒന്ന്, കോൺഗ്രസിന്റെ കേരള ഹാൻഡിൽ, ട്വിറ്റർ ഹാൻഡിലിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അത് അവിടെ ഉണ്ടായ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ടാണ്. അത് സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ സംസാരിക്കുക തന്നെ ചെയ്യും. അതിൽ ആരും വെറുതെ കൊണ്ടിട്ടോ നിങ്ങൾ പന്തം കൊളുത്തി ആട്ടം നടത്തിയിട്ടോ കാര്യമുണ്ടാവില്ല. രണ്ട്, കോൺഗ്രസിന്റെ ട്വിറ്റർ പേജിൽ INC ഇന്ത്യയിൽ വന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ കൃത്യമായ നിലപാട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഇന്ന് ACC നേതാക്കൾക്ക്, ഞാൻ അടങ്ങുന്ന PCCകളുടെ സ്പോക്ക് പേഴ്സൺസിന് എല്ലാവർക്കും കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അത് CWC ഈ തൽക്കാലം എടുത്തിരിക്കുന്ന നിലപാട് ഇപ്പോൾ സർക്കാരിന് അകവഴിഞ്ഞ പിന്തുണ എന്നുള്ളതാണ്. അത് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ. ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ, തൽക്കാലം എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചടി നൽകുന്നോടം വരെ നമ്മൾ ഈ പറയുന്ന ഹിമാൻഷിയുടെ മൗനം, അവിടെ തളക്കെട്ടി കിടക്കുന്ന ആ മൗനമുണ്ടല്ലോ, ആ മൗനം ഭേദിക്കുന്നോടം വരെ സർക്കാരിന് ഏതറ്റം വരെയുള്ള പിന്തുണ കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാണ്. അത് പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ്. അല്ലാതെ വാർഡ് പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് നിങ്ങൾ അതിനെ ഖണ്ഡിക്കാൻ നോക്കണ്ട. രണ്ടാമത്, സർക്കാരിന് ഏതറ്റം വരെയുള്ള ഏത് തരത്തിലുള്ള നടപടികളും സ്വീകരിക്കാം, പ്രതിപക്ഷത്തിന്റെ പരിപൂർണ പിന്തുണ ഉണ്ടാവും. ഇത് പാക് സ്പോൺസർഡ് ടെററിസ്റ്റിക് അറ്റാക്ക് ആണ് എന്ന് പറഞ്ഞ CWC ആണ്. അതിനെ നിങ്ങൾ ഏതെങ്കിലും വാർഡ് പ്രസിഡന്റോ ബൂത്ത് പ്രസിഡന്റോ പറഞ്ഞു എന്ന് പറഞ്ഞ് ഖണ്ഡിക്കാൻ നോക്കിയാൽ BJP നേതാക്കളുടെ അറസ്റ്റിലായ, പാകിസ്ഥാനെ സഹായം ചെയ്ത് അറസ്റ്റിലായ 1 ഡസൻ BJP നേതാക്കളുടെ കഥ ഞാനും പറയാം. അവരാരും നിങ്ങളുടെ ജില്ലാ നേതാക്കളൊന്നും ആവില്ല. ചിലപ്പോൾ മണ്ഡല നേതാക്കളോ അല്ലെങ്കിൽ ഈ പറയുന്ന ബൂത്ത് നേതാക്കളോ ഒക്കെ ആയിരിക്കും. ഏത് BJP നേതാവ് അറസ്റ്റിലായതെന്ന്? അല്ല, അറസ്റ്റ് എത്രയോ പേർ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തതിന്റെ പേരിൽ ഈ വാട്സാപ്പിൽ വരുന്ന ഫോർവേഡ് എടുത്തോണ്ട് വരരുത്. നിങ്ങളുടെ ഈ ലീഗ് നിങ്ങളുടെ സഖ്യകക്ഷി ആയിരിക്കുന്നതിന്റെ വലിയൊരു പ്രശ്നമാണിത്. ഈ പല ലീഗ് നേതാക്കന്മാരും വന്നിരുന്നിട്ട് വാട്സാപ്പ് ഫോർവേഡ് എടുത്തോണ്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ അത്തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോണ്ട് വരണം. നമ്മൾ കൃത്യമായിട്ട് പേരും മേൽവിലാസവും സഹിതം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകും. അല്ല, ഈ ഹിന്ദുനാമ ധാരികളെല്ലാം BJP-കാരാണെന്നാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ബീഹാറിൽ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തു. ഉടൻ തന്നെ അതിനെ അതാണെന്നുള്ള വാട്സാപ്പിനകത്ത് അതെടുത്ത് അയക്കുന്നുണ്ടായിരുന്നു. എന്താണ് അയാൾ സംഘിയെ അറസ്റ്റ് ചെയ്തു. എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെയും ഒരാൾ കൊണ്ടുവന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ താഴെ മറ്റൊരാൾ കൊണ്ടുവന്നിട്ട് മറുപടി ഇട്ടിട്ടുണ്ട്. അതൊരു വാർത്തയാണ്. RJD-യുടെ നേതാവാണ് ആ പറയുന്ന ആള്. പക്ഷേ ഈ പറയുന്ന ചില കോണുകളിൽ നിന്ന് ഹിന്ദു പേരാണെന്ന് കണ്ട അതെ സംഘി പിടിച്ചു എന്നും പറഞ്ഞ് വരുന്നുണ്ട്. അങ്ങ് ദയവ് ചെയ്ത് സോഴ്സ് കൃത്യമായി വെരിഫൈ ചെയ്തിട്ട് മാത്രം അത്തരം കാര്യങ്ങൾ പറയണമെന്ന് പറയാണ്. അല്ല, അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരു മുസ്ലിം പേരോ ക്രിസ്ത്യൻ പേരോ ശരി, അല്ല മുസ്ലിം പേരിനെ ക്രിസ്ത്യൻ പേരിനെ അല്ല. വസന്ത് പറയും, ഞാൻ ശേഷം മറുപടി പറയാം. കൃത്യമായി ചർച്ച നയിക്കുന്ന ശ്രീ അനിൽ നമ്പ്യാറിനോടും ഈ ചർച്ച നയിക്കുന്നു എന്ന് ഭാവിച്ച് ഇടയ്ക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന യുവരാജിനോടും ഞാൻ ചോദിച്ചല്ലോ, ഏത് കോൺഗ്രസ് നേതാവാണ് പറഞ്ഞത്? ഞാൻ പറയാം, മറുപടി പറയാം. അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം ഞാൻ സംസാരിക്കാം സാർ. അങ്ങ് സംസാരിച്ച് അവസാനിപ്പിച്ചതിന് ശേഷം ഞാൻ മറുപടി പറയാം. അതല്ലേ എന്റെ മര്യാദ. അതുകൊണ്ട് ഞാൻ ഈ ചർച്ച നയിക്കുന്നു എന്ന ഭാവം എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് വസന്തേ. പക്ഷെ എന്നാലും BJP നേതാക്കൾ ഇതിനകത്ത് പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇടപെട്ടു എന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. യുവരാജ്, അങ്ങാണ് ചർച്ച നടത്തുന്നെങ്കിൽ എനിക്ക് സന്തോഷമാണെന്നേ. അങ്ങ് ഇടപെട്ടോളൂ. ഞാൻ സംസാരിച്ച് നിർത്തിയ ശേഷമാണ് അങ്ങ് ഇടപെട്ടതെന്ന് പറയരുത്. ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അങ്ങ് ഇടപെട്ടത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ് ഫൈനലൈസ് ചെയ്തേക്കാം. കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ നിൽക്കുന്ന ആളോ ഇവിടെ നിൽക്കുന്ന ആളോ അല്ല ഇതിന്റെ ഫൈനൽ വേർഡ്. ആ ഫൈനൽ വേർഡ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിൽ നിന്ന് വ്യതിചലിച്ച് ആരെങ്കിലും
സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ ഖണ്ഡിക്കുന്ന രീതിയിൽ കൃത്യമായി അഖിലേന്ത്യാ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP നേരിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കോൺഗ്രസിന്റെ ഏറ്റവും അവസാനത്തെ പ്രവർത്തകനും നിർദ്ദേശം നൽകി കഴിഞ്ഞു. നിലവിൽ എന്താണ്? നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരു തളം കെട്ടി നിൽക്കുന്ന മൗനമുണ്ട്, അവിടെ തളം കെട്ടി നിൽക്കുന്ന ഒരു വേദനയുണ്ട്. അത് ഇന്ത്യക്കാരന്റെ വേദനയാണ്, ഹിമാൻഷിയുടെ വേദനയാണ്. ആ വേദന ഈ അന്യരാജ്യങ്ങളുടെ മുമ്പിൽ പിച്ചച്ചട്ടിയുമായി നിൽക്കുന്ന പാകിസ്ഥാനും മറുപടി കൊടുത്താലേ ഭേദിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ല വസന്ത ഒരു കാര്യം ചോദിച്ചോട്ടെ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിരോധ വക്താവ് ശ്രീ സന്ദീപ് ജി വാര്യർ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും മുഖവിലക്കെടുക്കണ്ടേ? ഇനി അദ്ദേഹം പറഞ്ഞത് ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളം യുദ്ധഭൂമിയായി മാറാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ്, നമുക്ക് ബങ്കറുകൾ വേണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, യുദ്ധം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി പലരും പറഞ്ഞു. അത് കോൺഗ്രസിന്റെ അഭിപ്രായമാണോ? അത് എന്താ പ്രശ്നം? ഇവിടെയും പ്രശ്നമാണെന്ന് വായിച്ചില്ലേ നിങ്ങൾ? ആ പോസ്റ്റ് ഒന്നും വായിച്ചില്ലേ സന്ദീപ് വാര്യരുടെ? അല്ല, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഒരു യുദ്ധമുണ്ടായി കേരളത്തെ ബാധിക്കും. അതായത് യുദ്ധമുണ്ടായാൽ അത് പഞ്ചാബിലും കാശ്മീരിലും രാജസ്ഥാനിലും ഒതുങ്ങി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. തീർച്ചയായും ശത്രു ലക്ഷ്യം വെക്കുന്ന ഒരു നഗരം കൊച്ചിയായിരിക്കും. ഇന്ത്യൻ നാവികസേനയും എയർഫോഴ്സും ശത്രുവിനെ നേടാൻ സദാ സജ്ജരാണെങ്കിലും നമ്മളും കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. തീർച്ചയായും. എന്താ ആണോ കോൺഗ്രസിന്റെ അഭിപ്രായമാണോ അത്? അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ അഭിപ്രായമാണോ എന്ന് ചോദിച്ചാൽ, ഞാൻ നാളെ എഴുതിയിടും. ഞാനും ഈ മീഡിയ പാനലിസ്റ്റ് അല്ലേ, അപ്പൊ ഞാൻ നാളെ എഴുതിയിടുന്നതിനെല്ലാം കോൺഗ്രസ് ഓൺ ചെയ്യണോ? രണ്ട്, സന്ദീപ് വാര്യർ പറഞ്ഞതിനെ ചർച്ച ചെയ്യാം. എന്താ പ്രശ്നം? കൊച്ചി എന്ന് പറയുന്നത് ഒരു തുറമുഖ നഗരമല്ലേ, അവിടെ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാവില്ലേ? കൊച്ചിയിലെ കേരളത്തെ മാത്രമല്ല, ആസന്നമായ ഒരു യുദ്ധം ഉണ്ടായാൽ ആ യുദ്ധം നമ്മുടെ രാജ്യത്തെ മുഴുവൻ ബാധിക്കും, നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ ബാധിക്കും, സംശയമൊന്നും വേണ്ട. പക്ഷെ അതിന്റെ പേരിൽ ആത്മാഭിമാനം പണയം വെക്കാൻ രാജ്യം നിൽക്കരുത് എന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസിന്.